അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ അവ്വലീന വൽ ആഖിരീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് വ്യഭിചാരം എന്തുകൊണ്ട് നികൃഷ്ടമായൊരു കാര്യമായി, വ്യഭിചാരം എന്തുകൊണ്ട് നിഷിദ്ധമായൊരു കാര്യമായി എന്നതിൻ്റെ ന്യായമാണ്. അത് മൊത്തത്തിൽ ഇങ്ങനെയാണ്. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എയിം ചെയ്യുന്നത്, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഒരു മനുഷ്യൻ്റെ 5 അടിസ്ഥാന കാര്യങ്ങളുടെ സംരക്ഷണമാണ്. അതിനെയാണ് അൽ-ളറൂരിയാത്തുൽ ഖംസ് എന്ന് പറയുന്നത്. 5 അനിവാര്യമായ ഘടകങ്ങൾ. ഈ 5 കാര്യങ്ങൾ: 1 ദീനാണ്, 2 നഫ്സാണ്, 3 ബുദ്ധിയാണ്, 4 സന്തതി പരമ്പരയാണ്, നസ്ലാണ്, 5-മത്തേത് സ്വത്തുമാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഏത് നിയമം എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാലും നമുക്കതിൽ കാണാൻ കഴിയും ഈ 5 എണ്ണത്തിൻ്റെ സംരക്ഷണമാണ് അള്ളാഹു എയിം ചെയ്യുന്നത്, ലക്ഷ്യമാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് സന്തതി പരമ്പര എന്ന് പറയുന്നത്. സന്തതി പരമ്പര പരിശുദ്ധമായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിന് താല്പര്യമുണ്ട്, നിർബന്ധമുണ്ട്. കാരണം ഈ സന്താന പരമ്പര, സന്താനങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ സന്തതികളൊക്കെ തന്നെയും ശുദ്ധമായിരിക്കണം. എവിടെയെങ്കിലും ഒരിടത്ത് ഏതെങ്കിലും ഒരു കുട്ടിയുടെ ആ വിശുദ്ധി നഷ്ടപ്പെട്ടാൽ പിന്നെ അതിനെ തുടർന്ന് വരുന്ന എല്ലാവരുടെയും വിശുദ്ധികൾ നഷ്ടപ്പെടലായിരിക്കും ഫലത്തിലുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു ഈ കാര്യത്തിൽ വളരെയേറെ നിർബന്ധം പറയുന്നത്. വ്യഭിചാരമാകുമ്പോൾ പിന്നെ ആരുടേതാണ് ഈ കുട്ടി, ശരിക്കും ഈ കുട്ടിയുടെ പിതാവ് ആരാണ് എന്ന് തിരിച്ചറിയാത്തൊരു സാഹചര്യം വരും. ആയതുകൊണ്ട് ആണ് അള്ളാഹു വ്യഭിചാരത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, മഹാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരവധി ഹദീസുകളിൽ അതിൻ്റേതായ ശിക്ഷകളും അതിൻ്റേതായ പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസുണ്ട്, ഇമാം ബൈഹഖി റിവായത്ത് ചെയ്ത ഹദീസ്. യാ മഅ്ശറന്നാസ്, ജനങ്ങളെ, ഇത്തഖുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തെ സൂക്ഷിക്കുക. ഫഇന്ന ഫീഹി 6 ഖിസാൽ, അതിൽ 6 കാര്യങ്ങളുണ്ട്. സലാത്തുൻ ഫി ദുനിയ, 3 കാര്യങ്ങൾ ദുനിയാവിൽ സംഭവിക്കുന്നതാണ്. സലാത്തുൻ ഫിൽ ആഖിറ, 3 കാര്യങ്ങൾ ആഖിറത്തിൽ സംഭവിക്കുന്നതാണ്. ഫഅമല്ലദീ ഫി ദുനിയ, ദുനിയാവിൽ ഉണ്ടാകുന്നത്. ഫതദ്ഹബുൽ ബഹാ, മനുഷ്യൻ്റെ മുഖത്തുള്ള ഒരു ശോഭയുണ്ട്. ഇപ്പോൾ വെളുത്ത ആൾക്കാർക്ക്, ഭംഗിയുള്ള ആൾക്കാർക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യനും ഉണ്ടാകും ഒരു തെളിച്ചം. അവൻ്റെ മനസ്സ് സന്തോഷപരമാകുമ്പോഴാണ് ആ തെളിച്ചം ഉണ്ടാകുന്നത്. ആ തെളിച്ചം അവൻ്റെ മുഖത്ത് നിന്ന് കൂടെ കൂടെ ഇല്ലാതെയാകും. 1 തൂരിസുൽ ഫഖർ, അത് ദാരിദ്ര്യത്തെ ഉണ്ടാക്കി തീർക്കും. തുൻകിസുൽ ഉമർ, അത് മനുഷ്യൻ്റെ ആയുസ്സിനെ കുറച്ച് കളയും. ഇതൊക്കെ നമ്മൾ നോക്കിയാൽ, ഈ 3 അടയാളങ്ങൾ നോക്കിയാൽ, വ്യഭിചാരം, രഹസ്യമായോ പരസ്യമായോ വിചാരത്തിന് വിധേയമായി ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെയും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഈ കാര്യങ്ങൾ ഉണ്ട് എന്നതൊരു പരമസത്യമാണ്. പക്ഷേ പെട്ടെന്നുള്ള സന്തോഷം, പെട്ടെന്നുള്ള ആനന്ദം, അതിൻ്റെ മുമ്പിൽ എല്ലാവരും അത് മറന്നു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമ്മല്ലതീ ഫിൽ ആഖിറ, ആഖിറത്തിൽ വരാനിരിക്കുന്ന 3 കാര്യങ്ങൾ. 1 ഫതൂജിബു സഖ്ത, അള്ളാഹുവിൻ്റെ കോപത്തെ അതുണ്ടാക്കി തീർക്കും. ഉസൂഉൽ ഹിസാബ്, ചീത്തയായ ഹിസാബാണ് ഉണ്ടാക്കി തീർക്കുക. അതുപോലെ തന്നെ വൽ ഖുലൂദ് ഫിന്നാർ, കാലാകാലം നരകത്തിൽ കഴിയേണ്ടി വരികയും ചെയ്യും. ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്ത ഹദീസാണ്. ഈ കാരണത്താലെല്ലാമാണ് ശുദ്ധ ഖുർആൻ വലാ തഖറബുസ്സിന, സിനയോട് നിങ്ങൾ അടുത്തു പോകരുത്, സിന ചെയ്യരുത് എന്നല്ല ഖുർആനിൻ്റെ പ്രയോഗം. അടുത്തു പോകരുത് എന്ന് പറഞ്ഞാൽ സിനയിലേക്ക് എത്തിച്ചേക്കാവുന്ന വിധത്തിലുള്ള ലൈംഗിക ബന്ധങ്ങൾ, കാമബന്ധങ്ങൾ, സംസാരങ്ങൾ, അഭിനയങ്ങൾ, പ്രകടനങ്ങൾ തുടങ്ങിയവയൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പത്നിമാരോട് തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ, അന്യ ആൾക്കാർ സംസാരിക്കുമ്പോൾ
ഫലാ തഖ്ളഅന ബിൽ ഖൗൽ എന്നാണ്. നിങ്ങൾ കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ വിനയം തെറ്റിദ്ധരിക്കാവുന്ന തരത്തിലുള്ള വിനയം പ്രകടിപ്പിച്ചുകൊണ്ടോ സംസാരിക്കരുത് എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതാണ് ഈ ആയത്തിൽ പറയുന്ന ഒന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. പിന്നെ ഈ ആയത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ ആശയം അവരോട് ദയ പാടില്ല എന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിയമങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും ചേർന്നുണ്ടാക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ. ആ നിയമത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ പുറപ്പെട്ടാൽ പല സ്ഥലങ്ങളിലും കൂട്ടിമുട്ടും. അപ്പം അങ്ങോട്ട് പോകുന്ന റോഡിലൂടെ അങ്ങോട്ട് പോകുന്ന വാഹനം ഏതു വശം ചേർന്ന് പോകണം, ഇങ്ങോട്ട് വരുന്ന വാഹനം ഏത് വശം ചേർന്ന് പോകണം, ഇങ്ങനെയൊക്കെ ഒരു കണക്കുണ്ട്. ആ കണക്ക് നിയമമാണ്. ആ നിയമം നമ്മൾ പാലിച്ചില്ലെങ്കിൽ വാഹനങ്ങളൊക്കെ കൂട്ടിമുട്ടലായിരിക്കും ഫലം. ഇത് മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങളുടെ കാര്യമാണ്. ഇവിടെ പറയുന്നത് അള്ളാഹു ഉണ്ടാക്കിയ നിയമമാണ്. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അള്ളാഹു മനുഷ്യകുലത്തെ സൃഷ്ടിച്ചവനാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമം ലംഘിച്ചാൽ അതിൻ്റെ പേരിൽ ഗുരുതരമായ സാമൂഹിക പരാജയങ്ങൾ ഉണ്ടാവും, വൈയക്തികമായ പരാജയങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവരുടെ കാര്യത്തിൽ, വ്യഭിചാരിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു തരത്തിലുള്ള ദയയും കാണിക്കാൻ പാടില്ല എന്നാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ നബിയുടെ ഏറ്റവും അടുത്ത ആളായിരുന്ന ഹിബ്ബു ബിനുൽ ഹിബ്ബ് എന്നറിയപ്പെട്ട, ഹിബ്ബിൻ്റെ മകനായ ഹിബ്ബ് എന്നറിയപ്പെട്ട ഉസാമ ബിൻ സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ ഒരു മോഷണ കേസിൽ ഒരു സ്ത്രീ മോഷ്ടിച്ചു. ആ സ്ത്രീ വലിയ കുടുംബത്തിലെ ഒരംഗമായിരുന്നു. അപ്പോൾ അവരെ പരസ്യമായി ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ ശിക്ഷയാണ് ഇസ്ലാം അതിന് നൽകുന്നത്, നമുക്കറിയാം. അതായത് ഇസ്ലാം അവർക്ക് നൽകുന്ന ശിക്ഷ കൈ മുറിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉന്നത കുലജാതയായ ഒരാളെ കൈ മുറിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്നത് വളരെ പ്രതികൂലമായ സാമൂഹ്യ പ്രതികരണമായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉസാമ റളിയല്ലാഹു അൻഹു നബിയുടെ അടുക്കൽ ചെന്ന് അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ശുപാർശ ചെയ്യുകയുണ്ടായി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യപ്പെട്ടു ചോദിച്ചു, അതശ്ഫഉ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്, അള്ളാഹിൻ്റെ നിയമങ്ങളിൽ ഒന്നിലാണോ നീ ശുപാർശ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ നിയമങ്ങളിൽ ശുപാർശ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ വീഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു സാധ്യത വരുന്നുണ്ട്. കാരണം വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്ന ആൾക്കാർ പലപ്പോഴും സമൂഹത്തിലെ മാന്യന്മാരായിരിക്കും, പകൽമാന്യന്മാർ. ആ പകൽമാന്യന്മാരുടെ കള്ളി വെളിച്ചത്തായി കഴിഞ്ഞാൽ, അത് സാക്ഷികളുടെ സാക്ഷ്യമനുസരിച്ച് സ്ഥാപിതമായി കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായും സാമൂഹ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. ആ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ആരും പറയും തൽക്കാലം നമുക്കതിന് സ്ലീപ്പ് ഓവർ ചെയ്യാം, അതിനെ കണ്ണു ചിമ്മാം എന്ന് പറഞ്ഞു പോകും. അങ്ങനെ ചെയ്യുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നാണ് രണ്ടാമത്തെ ഈ ആയത്തിൻ്റെ രണ്ടാമത്തെ ആശയം. മൂന്നാമത്തെ ആശയം, ഒരു കൂട്ടം വിശ്വാസികൾ ഈ ശിക്ഷയ്ക്ക് സാക്ഷ്യം വഹിച്ചിരിക്കണമെന്നാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഇസ്ലാമിൻ്റെ മറ്റൊരു നയമുണ്ട്. അത് വലിയൊരു പോളിസിയാണ്. ഇസ്ലാം മദ്യപാനം, വ്യഭിചാരം, ആരോപണം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഇതേപോലെ സിവിൽ ശിക്ഷകൾ ഏർപ്പെടുത്തുന്നുണ്ട്. അതെല്ലാം ശക്തമായ ശിക്ഷകൾ തന്നെയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു വ്യഭിചരിച്ചവരെ 100 അടിയടിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം വലിയ ശക്തമായ ശിക്ഷ തന്നെയാണ്. ഈ ശിക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ എൻഗേജ്ഡായ, അതായത് ഈ കുറ്റകൃത്യം ചെയ്ത ആളെ അല്ലെങ്കിൽ അതിലെ പങ്കാളികളെ, കുറ്റക്കാരെ, അവരെ മാത്രം ശിക്ഷിക്കുക, വേദനിപ്പിക്കുക എന്നതല്ല സത്യത്തിൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശം, ഇസ്ലാമിൻ്റെ ഉദ്ദേശം. മറിച്ച് അതിനെ ഇസ്ലാം കാണുന്നത്, സമീപിക്കുന്നത് അതൊരു ശുദ്ധീകരണ അല്ലെങ്കിൽ ഒരു തിരുത്തൽ പ്രക്രിയ ആയിട്ടാണ്. അവരെ ശിക്ഷിക്കുമ്പോൾ അവർ അത് ആവർത്തിക്കാതെ വിശുദ്ധരായി തീരാനുള്ള ശ്രമമുണ്ടാകും, സാധ്യതയുണ്ടാകും. 1. 2, ഇസ്ലാം ഇങ്ങനെ ശിക്ഷാ വിധി ഏർപ്പെടുത്തുക വഴി സമൂഹം മൊത്തത്തിൽ ഇങ്ങനൊരു ശിക്ഷ ലഭിക്കുമെന്ന്. ഇപ്പോൾ കൊന്നവനെ കൊല്ലും എന്ന് വന്നാൽ കൊലപാതകമില്ലാതെയാവും. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്, ശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾക്ക് പ്രതിക്രിയയിൽ ജീവനുണ്ട് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പ്രതിക്രിയ ചെയ്യുമ്പോൾ, ഖിസാസ് ചെയ്യുമ്പോൾ അത് പലർക്കുമുള്ള പാഠമായി മാറുന്നുണ്ട്. അതുകൊണ്ട്
അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് അവരെ ഇന്ന ശിക്ഷ നൽകണം. ഒന്ന്. രണ്ട്, അവരെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ദയ കാണിക്കരുത്. മൂന്നാമത്തെ കാര്യം പറയുന്നത്, ഒരു കൂട്ടം വിശ്വാസികളായ ആൾക്കാർ, തായിഫത്തും മിനൽ മുഅ്മിനീൻ, വിശ്വാസികളായ ആൾക്കാർ അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യണം. അവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ നന്നാക്കുന്നത് ആരെയാണ്? നമ്മൾ ഉപദേശിക്കുന്നത് ആരെയാണ്? നമ്മൾ നമ്മുടെ ആൾക്കാരെയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആൾക്കാരുടെ കരങ്ങളിൽ നിന്ന് ഇങ്ങനത്തെ ഒരു തെറ്റ് സംഭവിക്കാൻ പാടില്ല. അതാണ് നമ്മുടെ പ്രൈം കൺസേൺ. നമ്മളെ പ്രാഥമികമായ ഉത്തരവാദിത്വവും ചുമതലയും ബാധ്യതയും അതാണ്. അതുകൊണ്ട് തന്നെ ഈ ശിക്ഷ ഒരു ഉത്ബോധനമായി മാറേണ്ടത് സത്യവിശ്വാസികൾക്കാണ്. സത്യവിശ്വാസികളാണ് ഇതിൽ നിന്നുള്ള പാഠങ്ങൾ പഠിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ അതിന് സാക്ഷ്യം വഹിക്കണം എന്നും അള്ളാഹു ഈ ആയത്തിൽ പറയുന്നു. അപ്പോൾ ഇതോടുകൂടെ ഈ ആയത്തിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു, ഈ ആയത്തിൻ്റെ ആശയം പഠിച്ചു. ആ ആയത്തിൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന 3 കാര്യങ്ങളുടെ ചെറിയ രൂപത്തിലുള്ള വിശദാംശവും നമ്മൾ പഠിച്ചു. ഇതിനേക്കാൾ എത്രയോ ആഴമുള്ള തഫ്സീറുകൾ അതിനുണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ഹ്രസ്വമായ ഒരു ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊക്കെയാണ് നമുക്ക് പഠിക്കാൻ കഴിയുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിർബന്ധമായും എല്ലാവരും പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അടുത്തത് നമ്മൾ 3-ാമത്തെ ആയത്തിലേക്ക് പോവുകയാണ്. ആ ആയത്തിൽ അല്ലാഹു പറയുന്നു, അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രിക വസ്സാനിയതു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക് വഹർരിമ ദാലിക അലൽ മുഅ്മിനീൻ. നമുക്ക് ഇതിന്റെ അർത്ഥം നോക്കാം. അസ്സാനി, വ്യഭിചാരിയായ പുരുഷൻ, ലാ യൻകിഹു, അവൻ വിവാഹം കഴിക്കുകയില്ല, ഇല്ലാ സാനിയത്തൻ, വ്യഭിചാരിയായ സ്ത്രീയെ അല്ലാതെ, ഔ മുശ്രിക്കത്തൻ, അല്ലെങ്കിൽ അവിശ്വാസിനിയായവളെ അല്ലാതെ. വസ്സാനിയത്തു, വ്യഭിചാരിണിയായ സ്ത്രീയാണെങ്കിലോ, ലാ യൻകിഹുഹാ, അവളെ വിവാഹം ചെയ്യുകയില്ല, ഇല്ലാ സാനിൻ, വ്യഭിചാരിയായ ആളൊഴികെ, ഔ മുശ്രിക്കുൻ, അൽ മുശ്രിക് ഒഴികെ. വഹർരിമ ദാലിക അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അത് ഹറാമാക്കപ്പെട്ടതായിരിക്കുന്നു. മുഅ്മിനീങ്ങൾക്ക് അത് നിഷിദ്ധമായ കാര്യമാണ്. ഈ ആയത്തിൻ്റെ ആശയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ആയത്ത് ഇറങ്ങാനുള്ള ഒരു പശ്ചാത്തലമുണ്ട്. അതിനാണ് സബബുൻ നുസൂൽ എന്ന് പറയുന്നത്. ഖുർആൻ പഠിക്കുമ്പോൾ, തഫ്സീർ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. വിശുദ്ധ ഖുർആൻ 23 കൊല്ലങ്ങൾ കൊണ്ടാണ് അവതീർണമായത് എന്ന് നമുക്കറിയാം. ഓരോ ആയത്തും ഓരോ സൂറത്തും ഇറങ്ങിയത് ഓരോ പശ്ചാത്തലത്തിലായിരുന്നു. ആ പശ്ചാത്തലം പ്രധാനമാണ്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ അത് വായിക്കണം. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ അത് കേൾക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യണം. അല്ലാതെ വന്നാൽ ആ പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് സ്വന്തമായ ഒരു വ്യാഖ്യാനം അതിന് കൽപ്പിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യാൻ ശ്രമിച്ചാൽ അത് ഗുരുതരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കും. മാത്രമല്ല അത് അപകടമായി പരിണമിക്കുകയും ചെയ്യും. അതുകൊണ്ട് പരമാവധി നമ്മൾ തഫ്സീറുകൾ എടുത്തു പറഞ്ഞ കുറേ സബബുൻ നുസൂലുകളുണ്ട്. മാത്രമല്ല ഈ സബബുൻ നുസൂൽ എന്ന് പറയുന്ന അവതരണ പശ്ചാത്തലത്തെക്കുറിച്ച് മാത്രം പറയുന്ന തഫ്സീറുകൾ വരെയുണ്ട്. നമ്മൾ അങ്ങനെ വിശദമായി ഓരോ ആയത്തിൻ്റെതിലേക്കൊന്നും പോകുന്നില്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട ചില ആയത്തുകളുടെ സബബുൻ നുസൂൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് അങ്ങനെ തന്നെ ചോദ്യമായി നമ്മുടെ പരീക്ഷകളിൽ ഇടം പിടിക്കുകയും ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും ഈ ആയത്തിറങ്ങാണ്ടായ കാര്യം, മക്കയിൽ നിന്ന് മുഅ്മിനീങ്ങളായ ആൾക്കാർ മദീനയിലേക്ക്, സഹാബിമാർ, മുഹാജിറുകൾ ഹിജ്റ പോയി നമുക്കറിയാം. അപ്പോൾ അവരുടെ എല്ലാ ബന്ധങ്ങളും അറുത്തു മുറിച്ചു കൊണ്ടാണ് പോയത്. അപൂർവം ചില ആൾക്കാർ ഭാര്യയോടൊപ്പം പോയി, അപൂർവം ചില ആൾക്കാർ അവിടെ ചെന്നിട്ട് തനിക്ക് പറ്റിയ വിവാഹം കഴിക്കുകയൊക്കെ ചെയ്തു. അതേസമയം വിവാഹം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടതാണ്, ജീവിത പങ്കാളി എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ജീവിത വൃത്തിയില്ലാത്ത ആൾക്കാർ, ജീവിക്കാൻ മാർഗമില്ലാത്ത ദരിദ്രരായ, പരമദരിദ്രരായ കുറേ സഹാബിമാരുണ്ടായിരുന്നു. അവർക്ക് നല്ല ഒരു വീട്ടിൽ നിന്ന്, നല്ലൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു വിവാഹ മൂല്യം നൽകി ഒരു നല്ല സ്ത്രീയെ വിവാഹം ചെയ്യുക എന്നത് അപ്രാപ്യമായൊരു കാര്യമായിരുന്നു. അപ്രാപ്യമായി എന്ന് പറഞ്ഞാൽ ആരും പൊതുവെ അത് ഉൾക്കൊള്ളുമായിരുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിൽ ചിലർ, സഹാബിമാരിൽ
അങ്ങനെയുള്ള ദരിദ്രരായ സഹാബിമാരിൽ ചിലർ മുമ്പ് വ്യഭിചാരിണികളായിരുന്ന, വ്യഭിചാരം ചെയ്തതിൻ്റെ പേരിൽ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതരായിരുന്ന ചില പെണ്ണുങ്ങളെ, അവരെ ചുളുവിലൊക്കെ കിട്ടും, ചെറിയ മഹറിന് കിട്ടും. അവരെ വിവാഹം ചെയ്യാൻ അവരൊരുപാട് ഷർത്തുകളൊന്നും പരിഗണിക്കുകയും നോക്കുകയും ചെയ്യുകയില്ല. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ സ്ത്രീകളെ വിവാഹം ചെയ്യാൻ ചിലർ ശ്രമിക്കുകയുണ്ടായി. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, സാനി ലാ യൻകിഹു ഇല്ലാ സാനിയത്തൻ ഔ മുശ്രിക്കത്തൻ. ഒരു വ്യഭിചാരിയായ ഒരാൾ, അയാൾ വിവാഹം ചെയ്യുന്നത് ഒരു വ്യഭിചാരിണിയെയോ അല്ലെങ്കിൽ അവിശ്വാസിനിയെയോ ആയിരിക്കും. അതേപോലെ തന്നെ സാനിയത്ത് വിവാഹം ചെയ്യുന്നത് സാനിയെയോ മുശ്രിക്കിനെയോ ആയിരിക്കും. അത് മോമിനിങ്ങൾക്ക് പാടില്ലാത്ത കാര്യമാണ്. ഇവിടെ നമ്മളൊരു ആയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഈ ലോകത്തെ എല്ലാ വിവാഹങ്ങളും അങ്ങനെ മാത്രമാണ് സംഭവിക്കുന്നത് എന്നൊന്നുള്ള അർത്ഥത്തിലല്ല ഈ ആയത്തിൽ ആ വിഷയം പറയുന്നത്. ഒരു പക്ഷേ അങ്ങനെയും ഉണ്ടാവാം. പക്ഷെ ഈ ആയത്തിൽ പറയുന്നത് വഹുർരിമ ദാലിക അലൽ മോമിനീൻ എന്ന് പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്താണെന്ന് വെച്ചാൽ, മാറി, അതായത് ചാരിത്രവതി അല്ലാത്തവളെ ഒരു ചാരിത്രമുള്ള ഒരാൾ വിവാഹം കഴിക്കുക തുടങ്ങിയ തൻ്റെ നിലയിൽ നിന്ന്, സ്റ്റാറ്റസിൽ നിന്ന് മാറിക്കൊണ്ടുള്ള വിവാഹങ്ങൾ, ആ വിവാഹങ്ങൾ മുഅ്മിനീങ്ങൾക്ക് ഹറാമാണ്, അവരങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പിന്നോട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കുക, ഒരു വ്യഭിചാരിയായ ആൾ, അവനാണ് വ്യഭിചാരിയെ വിവാഹം ചെയ്യുക. വ്യഭിചാരിണിയായ ഒരുത്തി, അവളാണ് വ്യഭിചാരിയായ ആളെ വിവാഹം ചെയ്യുക. മുഅ്മിനീങ്ങൾ അങ്ങനെ ചെയ്യില്ല, അവർക്കത് ഹറാമാണ് എന്നാണ് അല്ലാഹു പറയുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം അതിൻ്റെ ഉള്ളിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായും അങ്ങനെയാണ് ഉണ്ടാവുക. ഒരു ശരിയായ നിലക്കല്ലാത്ത ജീവിക്കുന്ന ഒരാൾ, അയാൾ ഒരു വിവാഹം ആലോചിക്കുമ്പോൾ, ആണാവട്ടെ പെണ്ണാവട്ടെ, വിവാഹം ആലോചിക്കുമ്പോൾ അവൾ വിശുദ്ധയാണോ, ചാരിത്രവതിയാണോ, മതത്തിൻ്റെ അളവുകോലനുസരിച്ച് ജീവിക്കുന്നവളാണോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പലപ്പോഴും പരിഗണിച്ചു കൊള്ളണമെന്നില്ല. അതേസമയം നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അതായത് ഒരു നല്ല ഒരാൾ, ആ ആള് വിവാഹം ചെയ്യുമ്പോൾ തനിക്ക് കിട്ടുന്ന ജീവിത പങ്കാളി തീർച്ചയായും വിശുദ്ധനായിരിക്കണം, വിശുദ്ധയായിരിക്കണം, ചാരിത്രമുള്ളവനായിരിക്കണം എന്നൊക്കെയുള്ള ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. ആ സ്വാഭാവികമായ, അതായത് തനിക്ക് പറ്റിയ ആളെ മാത്രം തിരയുക, അന്വേഷിക്കുക എന്നത് ഒരു സ്വാഭാവികതയാണ് എന്നുകൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് 4-ാമത്തെ ആയത്തിലേക്ക് പോകാം. 4-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്, വല്ലദീന യർമൂനൽ മുഹ്സനാതി ثم ലം യഅ്തു ബിഅർബഅതി ശുഹദാഅ ഫജ്ലിദൂഹും 80 ജൽദ ولا تقبلوا لهم شهادة أبدا أولئك هم الفاسقون. 4-ാമത്തെ ഈ ആയത്തിന്റെ ഒപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട, അതിൻ്റെ ഒരു ഭാഗമായി കൊണ്ട് തന്നെയുള്ള ഒരു വിഷയമാണ് 5-ാമത്തെ ആയത്തും. ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക വഅസ്ലഹൂ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അപ്പോൾ നമ്മൾ 4, 5 രണ്ടായത്തുകൾ ഒന്നിച്ചാണ് ഇനി പറയുന്നത്. വല്ലദീന യർമൂന, ആരോപിക്കുന്നവർ, ആരോപണം ഉന്നയിക്കുന്നവർ, അൽ മുഹ്സനാത്തി, ചാരിത്രവതികളായ സ്ത്രീകൾക്കു നേരെ ആരോപണം ഉന്നയിക്കുന്നവർ. വല്ലദീന യർമൂന, ആരോപണം ഉന്നയിക്കുന്നവർ, അൽ മുഹ്സനാത്തി, ചാരിത്രവതികളായ വിശുദ്ധകളായ സ്ത്രീകൾക്ക് നേരെ. എന്നിട്ടോ ആരോപണം ഉന്നയിക്കുന്നിട്ടോ, സുമ്മലം യഅ്തു, പിന്നെ അവർ കൊണ്ടുവന്നതുമില്ല, ബി അർബഅതി ശുഹദാഅ, 4 സാക്ഷികളെ, ഫജ്ലിദൂഹും, അവരെ നിങ്ങൾ, അതായത് ആരോപണം ഉന്നയിച്ചവരെ നിങ്ങൾ അടിക്കുക, 80 ജൽദ, 80 അടി. വലാ തഖ്ബലൂ ലഹും ഷഹാദതൻ, അവർക്ക് സാക്ഷിത്വം, അതായത് സാക്ഷ്യം വഹിക്കാനുള്ള അവകാശം,
ഒരിക്കലും നിങ്ങൾ സ്വീകരിക്കരുത്. അബദൻ, ഒരിക്കലും. ഉലായിക്ക അവർ ഹുമുൽ ഫാസിഖൂൻ, അവരാണ് തമ്മാടികൾ. ഇല്ലല്ലദീന താബു, പശ്ചാത്തപിച്ചവരൊഴികെ, മിൻ ബഅദി ദാലിക്, അതിനുശേഷം, വ അസ്ലഹൂ, നന്നായവരൊഴികെയും, ഫഇന്നല്ലാഹ ഗഫൂർ റഹീം, അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കുന്നവനും കാരുണ്യം ചെയ്യുന്നവനുമാണ്. ഈ രണ്ടായത്തുകളുടെ അർത്ഥമാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ അതിൻ്റെ ആശയങ്ങൾ പറയാം. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിനിടയിൽ ഒരു കാര്യം പറയുകയുണ്ടായി. വ്യഭിചരിച്ചു എന്നൊരാൾ പറഞ്ഞു, അല്ലെങ്കിൽ രണ്ടാൾ പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ കേട്ടു, അല്ലെങ്കിൽ അങ്ങനെ ഒരു കിംവദന്തി നാട്ടിൽ നടക്കുന്നുണ്ട്, അതിൻ്റെ പേരിൽ ആരെയും ശിക്ഷിക്കാൻ പാടില്ല. ഇസ്ലാമിൻ്റെ ശിക്ഷാമുറകൾ എന്ന് പറയുന്നത് എല്ലാ പഴുതും അടച്ചതിന് ശേഷം മാത്രമാണ്. അതായത് ശരിക്കും പ്രായോഗിക പദത്തിൽ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് ഇസ്ലാമിന് ഷാഠ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്നത്, ശരിക്കും വ്യഭിചാരം ആരോപിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിന് 4 സാക്ഷികളെ കൊണ്ടുവരണം. അതിൻ്റെ എല്ലാ സാധ്യതകളും, അത് വെറും ആരോപണമായിരിക്കാനുള്ള എല്ലാ സാധ്യതകളെയും അടക്കാൻ കഴിയുന്ന വിധത്തിലുള്ള 4 സാക്ഷികളെ അവർ കൊണ്ടുവരണം. അങ്ങനെ 4 സാക്ഷികളെ കൊണ്ടുവരാതെ ഒരാൾ വ്യഭിചരിച്ചു അല്ലെങ്കിൽ ഒരുത്തി വ്യഭിചരിച്ചു എന്ന് മാത്രം ആരോപണം നടത്തിയാണ്, ദുരാരോപണം എന്ന് വെച്ചാൽ നമുക്ക് പറയാം, അടിസ്ഥാനരഹിതമായ ആരോപണം എന്ന് പറയാം. അങ്ങനെ ഒരാൾ ആരോപണം നടത്തുകയാണ് എങ്കിൽ അവരെ വെറുതെ വിടാൻ പാടില്ല. കാരണം അത് ഗുരുതരമായ പ്രശ്നമാണ്. അവരെ നിങ്ങൾ 80 അടി അടിക്കണം. മാത്രമല്ല, അവരെ പിന്നെ ഈ വിഷയത്തിൽ മാത്രമല്ല, പിന്നെ അവരെ സാക്ഷ്യം വഹിക്കാൻ അനുവദിക്കാനും പാടില്ല. വലാ തഖ്ബലൂ ലഹും ഷഹാദത്തൻ അബദ, പിന്നെ ഒരിക്കലും അവരെ സാക്ഷി നിൽക്കാൻ പാടില്ല. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് തമ്മാടികൾ. അപ്പോൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ പറയണം. നമ്മൾ ഒരാളെ കുറിച്ച് ഒരു അപവാദം പറയുമ്പോൾ അത് ഉള്ളതാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തേണ്ട ഭാഗമുണ്ട്, അതോറിറ്റി ഉണ്ടാവും. ആ അതോറിറ്റിയുടെ മുമ്പിൽ തനിക്ക് തെളിവ് സഹിതം സ്ഥാപിക്കാൻ കഴിയും എന്ന ഉറപ്പുള്ള വിഷയങ്ങൾ മാത്രമേ ഒരാളെക്കുറിച്ച് പറയാൻ പാടുള്ളൂ എന്നാണ്. മറ്റൊരാളെക്കുറിച്ച് തെറ്റായ തോന്നൽ പോലും ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അതായത് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് പരിപൂർണമായും ഒരാളിൽ ലയിച്ചു ചേർന്ന് ജീവിക്കുന്ന ഒരു സാമൂഹ്യതയാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. അതിന് വിഘാതമാണ് തെറ്റായ തെറ്റിദ്ധാരണകളൊക്കെ തന്നെയും. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിനെ കുറിച്ച്, നമ്മുടെ സഹോദരനെ കുറിച്ച്, നമ്മുടെ അയൽക്കാരനെ കുറിച്ച് നമ്മൾ യാതൊരു തെളിവുമില്ലാത്ത രൂപത്തിൽ, സാഹചര്യത്തിൽ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. തെറ്റായ ഭാവന പോലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. അപ്പോൾ അത്രയും ഈ വിഷയത്തിൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ ഈ നയത്തിന് ഘടകവിരുദ്ധമാണ് നേരത്തെ പറഞ്ഞ കാര്യം. അതായത് യാതൊരു തെളിവുമില്ലാതെ അവൾ അങ്ങനെ ചെയ്തു, അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും, അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ അതും ഇവിടെ എന്താ പറയുന്നത്? വ്യഭിചാരമാണ് പറയുന്നത്. ചെറിയ കാര്യമല്ല. വ്യഭിചാരം എന്ന് പറയുന്നത് അത് ആ പ്രവർത്തനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അത് സന്തതി പരമ്പരകളിലേക്ക് പോവുകയാണ്. നമ്മൾ തൻ്റേത് എന്ന് കരുതിയ മകൻ, തൻ്റേത് എന്ന് കരുതിയ മകൾ തൻ്റേതല്ലാതെയായി തീരുകയാണ് നിയമപരമായി. അതിനെ തുടർന്ന് ഒരുപാട് തലവേദനകൾ ഉണ്ടായിത്തീരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ അടിസ്ഥാനരഹിതമായ 4 സാക്ഷികളെ സമർപ്പിച്ചുകൊണ്ട് സമർത്ഥിക്കുവാനും സ്ഥാപിക്കുവാനും കഴിയാത്ത വിധത്തിൽ ഒരു ആരോപണം നടത്തിയാൽ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെക്കുറിച്ച് ഒരു ആരോപണം നടത്തിയാൽ, ആ ആരോപണത്തിൻ്റെ പേരിൽ അവരെ 80 അടി അടിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ അള്ളാഹ് വലിയ ഗൗരവം പുലർത്തുന്നു. ഈ ആയത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം അതാണ്. ആ ഗൗരവം 3 നിലക്കാണ്. ഒന്നാമത്തേത്, അവരെ 80 അടി അടിക്കണം എന്നുള്ളതാണ്. ആരോപണം ഉന്നയിക്കുകയും അതിൻ്റെ തെളിവ് ഹാജരാക്കാൻ കഴിയുകയും ചെയ്യുന്നില്ല എങ്കിൽ അവരെ 80 അടി അടിക്കണം. സ്ത്രീകളെ മേൽ ആരോപണം പറഞ്ഞാൽ, സ്ത്രീകൾ പാവപ്പെട്ടവരാണ്, അവർ സ്നേഹം ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ വ്യക്തിത്വം കേടുവന്നാൽ അവരുടെ ജീവിതത്തിൻ്റെ വഴി അടയും. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ ഇസ്ലാം ഖുർആൻ വളരെയേറെ താല്പര്യം കാണിക്കുകയാണ്. അവരെ 80 അടി അടിക്കണം. നോക്കുക, അള്ളാഹു എങ്ങനെയൊക്കെയാണ് ഗൗരവപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ഗൗരവം ഇതാണ്: വ്യഭിചരിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ 100 അടി. അതേസമയം
വ്യഭിചരിച്ചു എന്നത് തെളിയിക്കാൻ കഴിയാത്ത വിധത്തിൽ വെറും ആരോപണം നടത്തുന്ന ആൾക്കാർക്ക് നൽകേണ്ട ശിക്ഷയാണെങ്കിലോ 80 അടി. അപ്പോൾ ആ സംഖ്യയിൽ തന്നെയുണ്ട് ആ ഗൗരവം, ഒന്നാമത്തെ ഗൗരവം. രണ്ടാമത്തേത് വലാ തഖ്ബലൂ ലഹും ഷഹാദതൻ അബദ, പിന്നെ ഒരിക്കലും അവരുടെ സാക്ഷ്യം സ്വീകരിക്കാൻ പാടില്ല. അതായത് ഈ വിഷയത്തിൽ, ഈ കേസിൽ അവർക്ക് പിന്നെ സാക്ഷി നിൽക്കാൻ പാടില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. സാക്ഷി നിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ വ്യക്തിത്വത്തിൻ്റെ ഒരു അവകാശമാണ്. നമ്മൾ അള്ളാഹുവിനാൽ സ്വീകരിക്കപ്പെട്ട ആളാണ്. ഒരു കാര്യം തെളിയിക്കാൻ ആവശ്യമായ വിധത്തിലുള്ള ഒരു വാല്യൂ, ഒരു വില നമ്മുടെ മനസ്സിനുണ്ട്, നമ്മുടെ ജീവിതത്തിനുണ്ട്, നമ്മുടെ സത്വത്തിനുണ്ട് എന്നതാണ് സാക്ഷി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം. ആയതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആശയം, ആ ആശയത്തിന് ഇനി ഒരിക്കലും, അതാണ് അബദ എന്ന് പറഞ്ഞാൽ, ഇനി ഒരിക്കലും അവന് ഒരു സാഹചര്യത്തിലും പിന്നെ സാക്ഷി നിൽക്കാൻ പാടില്ല. അതായത് അവൻ്റെ മാന്യത, അവൻ്റെ ധാർമ്മിക വ്യക്തിത്വം അതില്ലാതെയായി, ഇല്ലാതെയായി എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് രണ്ടാമത്തെ ഗൗരവം. മൂന്നാമത്തെ ഗൗരവമോ അള്ളാഹു പറയാനുള്ള ഉലായിക ഹുമുൽ ഫാസിഖൂൻ, അവർ തന്നെയാണ് തമ്മാടികൾ. എന്നതിന് ശേഷം 5-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ഇല്ലല്ലദീന താബൂ, തൗബ ചെയ്തവരൊഴികെ. ഇത് അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യമാണ്. ഏറ്റവും വലിയ തെറ്റ് ചെയ്തവർ, അവർക്കെല്ലാവർക്കും അള്ളാഹു നൽകുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ മുശ്രിക്കായി, അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്. പക്ഷേ അയാൾക്ക് മാർഗമുണ്ട്. അയാൾക്ക് അത് പൊറുപ്പിക്കാൻ മാർഗമില്ലെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമുണ്ട്. അയാൾക്കതിൽ പശ്ചാത്തപിച്ചുകൊണ്ട് അയാൾക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി സത്യവിശ്വാസത്തിലേക്ക്, ഏതേ വിശ്വാസത്തിലേക്ക് പിന്നെയും വരാം. അപ്പോൾ ഈ ദുനിയാവിൽ ഏത് പാപം ചെയ്യുമ്പോഴും ആ പാപത്തെ അടിമ മനുഷ്യൻ പാപമായി കാണുകയും ഖേദത്തോടുകൂടെ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും അള്ളാഹു അത് പുറത്തു കൊടുക്കുന്നു. അതാണ് അള്ളാഹു പറയുന്നത്. ആ കാരുണ്യമാണ് ഈ 5-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം. ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക, അങ്ങനെ സംഭവിച്ചു പോയതിനു ശേഷം പിന്നെ തൗബ ചെയ്തവരൊഴികെ, വഅസ്ലഹു, പിന്നെ നന്നായവരും ഒഴികെ. തൗബ ചെയ്തു പിന്നെയും പഴയ ലോകത്തേക്ക് തിരിച്ചു പോയവരല്ല, നന്നാവുകയും ചെയ്തു. ഫഇന്നല്ലാഹ ഗഫൂർ റഹീം, അള്ളാഹു ഏറെ പുറത്തു കൊടുക്കുന്നവനും ഏറെ കാരുണ്യം ചെയ്യുന്നവനുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. 5 ആയത്തുകളാണ് കഴിഞ്ഞത്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് 6-ാമത്തെ ആയത്ത് മുതൽ ഇതേ വിഷയത്തിൻ്റെ തന്നെ വേറെ ചില ഭാഗങ്ങളാണ് കേൾക്കാനുള്ളത്, പഠിക്കാനുള്ളത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.